ഹായ് മകളെ, ഓണ വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചിരിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് കുറച്ച് സന്തോഷ വാർത്തകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഏറ്റവും ആദ്യത്തെ സന്തോഷ വാർത്ത മറ്റൊന്നുമല്ല, നമ്മൾ ആ 3 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഓണ വെക്കേഷനിൽ നമ്മൾ ഓണ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ നടത്തിയ ഒരു ലൈവ് ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്ത ആളുകളിൽ 3 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് 3 പേർക്ക് ടാബ്ലറ്റ് സമ്മാനമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ 3 പേര് ആരൊക്കെയാണ് എന്ന് നാളത്തെ ലൈവിലാണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മറ്റൊരു സന്തോഷ വാർത്ത ഉണ്ട്. ക്രിസ്മസ് എക്സാം ടഫ് ആവും എന്നത് തന്നെയാണ് സന്തോഷ വാർത്ത. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, സാർ ഇതൊരു സങ്കടമുള്ള കാര്യമല്ലേ, അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു സന്തോഷ വാർത്ത എന്ന് പറയാൻ കാരണം ഈ നിമിഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ക്രിസ്മസ് എക്സാം ടഫ് ആവുമെന്ന വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നതാണ്. അതിന് വേണ്ട പരിഹാരങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്രിസ്മസ് എക്സാം ടഫ് ആവാൻ ഒരുപാട് ഫാക്ടേഴ്സുകളുണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ലൈവിൽ പറഞ്ഞു തരും. അതിനുള്ള പരിഹാരവും ഞാൻ ആ ലൈവിൽ പറഞ്ഞു തരുന്നതാണ്. അത് നാളെയാണ് ആ ലൈവ്, ഒരു കാരണവശാലും മിസ്സാക്കരുത്. പ്രിയപ്പെട്ട മക്കളെ, ഞാനൊരു വോയിസ് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിൽ. ആ വോയിസിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഓരോ ലൈഫ് പീരീഡിലും നമുക്ക് ഓരോ ടെൻഷനാണ്. ഇപ്പോൾ 5ാം ക്ലാസ് വരെ എത്തുന്ന നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ കളിപ്പാട്ടം നഷ്ടപ്പെടുമോ, ഇനി അല്ലെങ്കിൽ വീട്ടിൽ അമ്മൂമ്മ പൈസ തരുമോ, അല്ലെങ്കിൽ അമ്മ പൈസ തരുമോ, അങ്ങനത്തെ ചില്ലറ ടെൻഷനുകളായിരിക്കും. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാമിൻ്റെ പേടി ചെറുതായിട്ട് വരാൻ തുടങ്ങും. എക്സാമൊക്കെ ആവുന്ന സമയത്ത് ടെൻഷൻ കൂടാൻ തുടങ്ങും. എത്ര പഠിച്ചാലും പഠിക്കാൻ പറ്റുന്നില്ല ഒരു തോന്നലുണ്ടാവും. പിന്നെ SSLC എത്തിയ വിദ്യാർത്ഥികളോടാണ് പറയാനുള്ളതെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പ്രായം തന്നെയാണ്. കമ്പാരിറ്റീവ്ലി SSLC എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമൊന്നുമല്ല, അത് ഞാൻ വീണ്ടും പറയുകയാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്ക് വലിയ കാര്യം തന്നെയാണ്. സത്യമാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കാരണം നിങ്ങൾക്കുള്ള പ്രഷറുകൾ, അതോടൊപ്പം തന്നെ നിങ്ങൾക്കത് നേടിയെടുക്കണമെന്ന വാശി, 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടണം, എത്ര വർക്കൗട്ട് ചെയ്തിട്ടാണെങ്കിലും അതെനിക്ക് നേടണമെന്നുള്ള നിങ്ങളുടെ ചിന്ത, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യം, അതൊക്കെ തന്നെയാണ് ഈ SSLC നിങ്ങൾക്ക് പ്രഷർ വരാനുള്ള കാരണം. പ്രഷർ നല്ലതാണ്, SSLC നല്ല മാർക്ക് വാങ്ങുന്നതും നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്, 20% ഓഫർ ഇപ്പോഴും അവിടെ നിങ്ങൾക്ക് നിലവിലുണ്ട്. അസ്ത്രത്തിൻ്റെ അസ്ത്ര ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എക്സാം ടഫ് ആവുകയാണെങ്കിൽ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇപ്പോൾ 7ാം ക്ലാസ്സിലേക്ക് ചോദ്യങ്ങൾ കണ്ടു, ഏതോ 7ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിലെ ഒരു ക്വസ്റ്റ്യനാണെന്ന് തോന്നുന്നു. ഒരു ടോപ്പിക്ക് പറഞ്ഞു, എന്നിട്ട് പരീക്ഷയ്ക്ക് വന്നത് കുറേ കാര്യങ്ങൾ തന്ന് ഇത് ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ് എന്ന രീതിയിലാണ് ചോദ്യം വന്നത്. ഇതുപോലെ കോൺസെപ്റ്റിലായിട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ സ്റ്റക്ക് ആവാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു പോകേണ്ടതുണ്ട്. അത് തന്നെയാണ് അസ്ത്ര 4.0 ബാച്ച്. അതിൻ്റെ ഒരു ഓറിയൻറ്റേഷനും കൂടിയാണ് നാളെ നടക്കാൻ പോകുന്നത്. സോ നിങ്ങളെല്ലാവരും വരിക. പ്രിയപ്പെട്ട മക്കളെ, 10ാം ക്ലാസ് എന്ത് വില കൊടുത്തും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് 10ാം ക്ലാസ് തന്നെയാണ്. അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് തന്നെയാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. സോ അത് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾക്ക് കുറേ മോട്ടിവേഷനുകളും കുറേ കാര്യങ്ങളൊക്കെ ഗൈഡൻസൊക്കെ നമ്മൾ തരുന്നതാണ്. സോ ഈ ഒരു വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. നാളത്തെ ലൈവ് നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കരുത്. വിഷ് ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും വെക്കേഷനൊക്കെ അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്യുക. ആ വെക്കേഷൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ചെറിയ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ പറ്റും. സോ വിഷ് ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ലേണിംഗ്. അപ്പോൾ നാളെയാണ് ആ 3 ടാബ്ലറ്റ് വിജയികൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ലൈവ് താഴെയുണ്ട്. ഇപ്പോൾ തന്നെ പോയി ലൈക്ക് ചെയ്യുക, നോട്ടിഫൈ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് പരിഗണിക്കുക. ബൈ.